കഴിഞ്ഞ കുറെ കാലമായിട്ട് ഞാൻ പബ്ജി കളിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസമായിട്ട് ഞാൻ പബ്ജി കളിക്കുന്നുണ്ട്. 10 ദിവസമായിട്ട് ഒരാഴ്ച എനിക്ക് ബിസിനസ് സംസാരിച്ചു. എന്റെ ലൈവ് വന്ന് കൊളാക്കില്ലേ മൈക്ക് എടുത്തിട്ട് പോയിട്ട് അപ്പുറത്ത് പോയിട്ട് കമ്പി സൗണ്ട് അതായി കമ്പി ഇഷ്യൂ. ഇപ്പൊ നിന്റെ വേറെ പണ്ടത്തെ കമ്പി ഇഷ്യൂ പണ്ടത്തെ കൊറേ കഥകളുണ്ട് മുത്തേ. ആസ്പാക്കിന്റെ കൊറേ കഥ ഉണ്ട്. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവര് തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റില്ല, തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റില്ല. നിന്റെ ജീവിതം നശിപ്പിക്കണമെന്ന് ചോദിച്ചിട്ട് ഞാൻ പറയുന്നില്ല. ഡിപ്രഷൻ സ്റ്റോറിയോ? എന്ത് ഡിപ്രഷൻ സ്റ്റോറി? ആരുടെ ഡിപ്രഷൻ സ്റ്റോറി? ആർക്കും ഡിപ്രഷൻ ഒന്നുമില്ല. ഡിപ്രഷൻ ആയിട്ടല്ലടാ, ഞാൻ ഒരു വൈബിന് വേണ്ടാന്ന് പബ്ജി കളിക്കുന്നത്. മനസ്സിലായി? ഡിപ്രഷൻ എന്നല്ല. മനസ്സിലാവും? ഡിപ്രഷൻ കുറച്ച് ഒരു 2 മാസം മുമ്പ് എനിക്ക് ലാസ്റ്റ് ഡിപ്രഷൻ അടിച്ചത് കഴിഞ്ഞു. ആ സമയത്ത് ചെറിയൊരു അല്ല പിന്നെ പറയാം. ഞാൻ ഡെയിലി ലൈവ് തുടങ്ങിയിട്ട് പറയാന്ന് പറഞ്ഞു. ഡെയിലി ലൈവ് തുടങ്ങിയതാണ് ഇത് ഫസ്റ്റ് ഡേ ആണ്. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ? അപ്പൊ ഇടാടാ മുണ്ടാണ്ടില്ല. അതിന് പറഞ്ഞോണ്ടിരിക്കല്ലേ, എന്റെ മൂഡ് പോവും. ഞാൻ തമാശ പറയല്ല, എന്റെ മൂഡ് പോവും. അപ്പൊ ഇട്. ഓക്കെ? അപ്പൊ എനിവേസ് നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ മിസ് ഔട്ട് ചെയ്ത കാര്യം. നീ എന്താ വിടാ മുകളിൽ പോടാ കാലീശ. എന്റെ ഓരോ അവരാതും പറഞ്ഞോ വന്നോളും. അപ്പൊ നമ്മൾ മിസ് ഔട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. എന്തെല്ലാം ന്യൂസിൽ ബാക്കിയുള്ളത് എടാ ക്ലിപ്സ് എല്ലാം ഉണ്ടോ ചാറ്റ്? ഞാൻ ഈ കഴിഞ്ഞ 1 മാസമായിട്ട് എന്തെല്ലാം മിസ് ചെയ്യുന്ന എനിക്ക് അറിയില്ല. ക്ലിപ്സ് എല്ലാം എടുത്ത് ഡിസ്കോഡിൽ വാരി വിതറി ഇട്ടോ, ഞാൻ റിയാക്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ. സിനിമ എന്റെ റാംബോ പോയട്ടെ, ടിഷ്യൂ ഒന്നും പറയല്ല. സിനിമ എന്റെ റാംബോ എന്ത് ഇവനാ പെണ്ണിന്റെ ബാക്കിൽ നടക്കുന്നത്. ഇവന് ടാങ്കർ ലോറി പോലത്തെ ഇവൻ ആ കുഞ്ഞി പെണ്ണിന്റെ ബാക്കിൽ നടക്കുന്നത്. ഈ 45 വയസ്സുള്ള കളവൻ, ഈ അച്ചായൻ. അപ്പൊ ഗൈസ് അതെല്ലാം വിടും. കാണിച്ചു ആർക്കാ ഫോൺ ഗിഫ്റ്റ് കൊടുത്തത് എന്തെല്ലാം അറിയണോ? പോയട്ടെ. ഫോണില് ഞാൻ എനിക്ക് അതെല്ലാം ആർക്കെങ്കിലും കൊടുത്തോളാം. അങ്ങനെ ഒരു ഫോണില്ല. അപ്പൊ ഏത് ഫോൺ? നീ കൊടുത്തില്ല? ഞാൻ ഫോണും കൊടുത്തില്ല, അങ്ങനെ ഒരു ഫോൺ വാങ്ങിയിട്ടുമില്ല. അവിടെ ഞാൻ ഫോൺ വാങ്ങുന്നുണ്ട്, ഞാൻ എനിക്കല്ലേ തരൂ. ഞാൻ ആർക്കും ഫോണും കൊടുത്തില്ല. നീ സമ്മാനത്തിലിരി. ഒരു മച്ചാടാ അസ്പാക്കെ വൃത്തിയോട് പറയരുത്. മനസ്സിലാ? ഇവൻ എന്താണ് ഇവൻ സ്ക്രിപ്റ്റടാ. വെറുതെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കുമല്ലോ ഏത് പെണ്ണ്. അതിന് വേണ്ടി ശ്രദ്ധിക്കപ്പെടും. അങ്ങനെ നിങ്ങൾക്കൊരു നാണുമാനും ഇല്ല അസ്പാക്ക. വെറുതെ വന്നിട്ട് നീ ഇങ്ങനെ നല്ലല്ലോ. സാധാരണ നീ കടന്നു പറഞ്ഞാലും വേഗമായിട്ട് ഇരിക്കലാന്നല്ലോ. ഒരു അക്ഷത്തിൽ സംസാരിക്കാനേ ഇല്ലല്ലോ. ലൈവില് മെയിൻ ആവുമ്പോട്ട് കുറെ അക്ഷത്തിൽ പറയുന്ന ആവശ്യത്തിന് ചിരിക്കണമെന്നുണ്ട്, ഇവൻ അടിക്കണമെന്നുണ്ട്. നായിന്റെ മോനെല്ലാം വന്നിട്ട് നായിന്റെ മോൻ അറിയല്ല. നായിന്റെ മോൻ അറിയല്ലടാ. മോനും തെറിയല്ല. ഇത് കൂട്ടി അയക്കുമ്പോ തെറിയാണോ? നമ്മള് നേരത്തെ തീരുമാനിച്ചാരാ നായിന്റെ മോൻ അറിയല്ല. നായിന്റെ മോൻ അറിയല്ല. Intentionally abusing someone is not good. It's all about civic sense. Ante uppa, it's literally abusing someone who is not involved in the issue. Punishment suggesting. 50 dirham super chat ഇട്ടിട്ട് ഒരാളൊരു കാര്യം നോക്കണം. അതിന് പരിഗണന കൊടുക്കണം. അതെന്താ 50 dirham ഇട്ടാൽ മാത്രമേ നോക്കാൻ പറ്റൂ? പൈസ കൂടുതലുള്ളവർക്ക് മാത്രം ഇതാക്കാം. കുറച്ച് കാര്യങ്ങൾ പോലെ എന്തല്ലോ പറയട്ടെ. എന്താ പറയാനൊന്നുമില്ല.
അതൊക്കെ എനിക്കൊരു സ്ട്രീമർ ആകണം. അതിന് എനിക്ക് പി സിയിൽ പുതിയതൊന്നും വേണ്ട, യൂസിനായാലും മതി. പി സിയുടെ ക്യാഷ് ഞാൻ സ്ട്രീം ചെയ്ത് കടം വീട്ടിക്കൊള്ളാം. കാരണം പാവോടാ നമ്മള് ശരിക്കും ഞാനില്ല, ഞാൻ പറയട്ടെ, എന്റെ സ്ട്രീമിങ്ങിന്റെ കോഴ്സ് ഇറക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു പ്രോഗ്രാമും കൂടി ഇറക്കിയാലെന്ന് അല്ലെങ്കിൽ ഈ സ്ട്രീമിങ് പഠിക്കാൻ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. നമ്മളെ ഈ കോഴ്സ് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റും. പക്ഷെ ഇതിനുള്ള ഫൈനാൻഷ്യൽ ഇതില്ലാത്ത ആൾക്കാരാണ് കൂടുതലുണ്ടാവും. ഇവരെയും കൂടി ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാം, മനസ്സിലാവും, അങ്ങനത്തെ ഒരു പദ്ധതി ഉണ്ടാവില്ലേ, അങ്ങനത്തെ എന്തെങ്കിലും തുടങ്ങിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. നമ്മളെ നാട്ടിലൊന്നും ഗവൺമെന്റ് ഒന്നും ഒരു സപ്പോർട്ടില്ല. ദുബായിലും ഗെയിമിന് സപ്പോർട്ടാണ് അല്ല. ദുബായിൽ ശരിക്കും ഗോൾഡൻ വിസ ഉണ്ട് ഗെയിമേഴ്സിന് വേണ്ടി. ഗോൾഡൻ വിസ പ്രത്യേക ഇതാക്കി. ഈ നാട് എന്തൊരു തീട്ടാണ്. Friends, please check out Psycho Tom Gaming. He is also streaming new streamer. പോലെയാണ് ഇവര് കാണുന്നത്. സ്ട്രീമിംഗ് എന്നെല്ലാം പറഞ്ഞു. അപ്പം വയോജന സോംബി സൊങ്കാട്ട് കേട്ട് നല്ല പാട്ട്. പാർട്ട് ടൈം സ്ട്രീമർ ഇസ് ബാക്ക്. മുത്ത ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് പാർട്ട് ടൈം സ്ട്രീമർ ആയതുകൊണ്ടല്ല, ഞാൻ എല്ലാ ദിവസവും വന്ന് സ്ട്രീം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനിയും സ്ട്രീമേഴ്സ് വരാണ്ട്. അടുത്ത സ്ട്രീമർ കുര്യാക്കോസാണ്, മനസ്സിലാവും. ആ ലൈവ് എങ്ങനെ ആയിരിക്കും ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ എന്തായാലും എടാ ഒന്ന് സമാധാനം. ഈ അസ്പാക്ക് ഇടക്കിടക്ക് തലയെടുത്ത പോലെ, ഒരു മണ്ടില് തലയെടുത്ത പോലെ എന്റെ സൈഡിൽ ഒരു തല ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഈ അസ്പാക്ക് എന്ന് പറഞ്ഞിട്ട് മാറ്. ഇവരൊന്ന് പിടിച്ചു മാറ്റിയ ഓടിയാ, ഇവരൊന്ന് പിടിച്ചു മാറ്റിയ ഞാൻ ഡിസ്കോഡ് റിയാക്ട് ചെയ്യണ്ട. ഓക്കെ.